മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. വൈകിട്ട് 5-നാണ് നട തുറക്കുക. ജനുവരി 15-നാണ് മകരവിളക്ക് മഹോത്സവം. സുജു ടി ബാപ്പുവിട്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സുജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. സുജു, ഇനി മകരവിളക്ക് മഹോത്സവത്തിന്റെ കാലമാണ്. തീർത്ഥാടകർ എല്ലാവരും തന്നെ ഇനി സന്നിധാനത്തേക്ക് ശബരിമലയിലേക്ക് ഒഴുകിയെത്തും. ഇന്ന് വീണ്ടും നട തുറക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിന്റെ ക്രമീകരണം? തീർച്ചയായിട്ടും കീർത്തി, മറ്റൊരു മകരവിളക്ക് മഹോത്സവത്തിനായിട്ടാണ് ശബരിമല നട ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് തുറക്കുക. കീർത്തി സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത്തവണ വലിയ തിരക്കായിരിക്കും ഈ ശബരിമല നട തുറക്കും മകരവിളക്കിനെ തുറക്കുമ്പോൾ എന്ന് ആണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണ്ഡല മഹോത്സവത്തിനായി തുടർന്നപ്പോൾ നമുക്കറിയാം പലപ്പോഴും പല ദിവസങ്ങളിലും ഏതാണ്ട് 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ എത്തിയ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ തിരക്കായിരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് നട തുറക്കുക. കണ്ഠരര് മഹേഷ് മോഹനയുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയാണ് നട തുറക്കുക. ശേഷം ആഴിയിൽ അഗ്നി പകരും. അതിനുശേഷമാണ് ഇന്ന് തീർത്ഥാടകരെ കടത്തിവിടുക. 18-ാം പടി കടന്ന തീർത്ഥാടകർക്ക് അയ്യപ്പനെ ദർശനം നടത്താൻ സാധിക്കുമെങ്കിലും ഇന്ന് പ്രത്യേക പൂജകളൊന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. ഇന്ന് പ്രത്യേക പൂജകളൊന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ നാളെ 3 മണിക്ക് ക്ഷേത്രനട തുറന്ന് നിർമ്മാല്യത്തിന് ശേഷമാണ് പതിവ് പൂജകൾ, അതായത് ഉഷപൂജ, ഉച്ചപൂജ തുടങ്ങിയ പൂജകൾ നടക്കുക. 15-നാണ് ഇത്തവണത്തെ മകരവിളക്ക് മഹോത്സവം കൊണ്ടാടുക. ജനുവരി 15-ന് ഏതാണ്ട് ഇതിനു വഴി മകരവിളക്ക് മഹോത്സവത്തിനാണ്ട് ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ശബരിമലയുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ 18-ാം പടിക്ക് സമീപമാണ്. ഇപ്പോൾ നമുക്ക് കാണാം തീർത്ഥാടകരൊന്നും തന്നെ ഇല്ലാത്ത ശാന്തമായ ഒരു സാഹചര്യമാണ്. കൃത്യമായി തന്നെ രാവിലെ ഉൾപ്പെടെ ഇവിടെ ശുദ്ധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് രാവിലെ കാണാൻ സാധിക്കും. എന്തായാലും ശബരിമല നട വൈകിട്ട് 5 മണിക്കാണ് തുറക്കുന്നത്. അതിനായി സജ്ജീകരണങ്ങൾ, പ്രത്യേകിച്ച് ഇത്തവണ നമുക്കറിയാം കഴിഞ്ഞ തവണ തിരക്ക് വർദ്ധിച്ചപ്പോൾ ചില ആക്ഷേപങ്ങൾ ചില കോണുകളിൽ നിന്ന് ബോധപൂർവം ഉൾപ്പെടെ ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് പരമാവധി തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അത് വിജയിച്ചു എന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത്. നമുക്കറിയാം ശബരിമലയെ സംബന്ധിച്ചോളം 18-ാം പടി അത് കടന്നാണ് അയ്യപ്പ ദർശനം നടത്തുന്നത്. ശിവദർശനം ഉണ്ടെങ്കിൽ പോലും വരുന്ന ഭൂരിഭാഗം തീർത്ഥാടകരും 18-ാം പടി ചവിട്ടി തന്നെയാണ് ദർശനം നടത്തുന്നത്. അതിനാൽ തന്നെ ഒരു ദിവസം 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ വന്ന തിരക്ക് സ്വാഭാവികമാണ്. എന്നാൽ ഈ വരുന്ന തിരക്കുണ്ടാകുന്ന ദിവസം ഈ തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യവും. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ഈ മകരവിളക്ക് മഹോത്സവ കാലത്ത് ദീർഘദൂര ബസ്സുകൾ നേരിട്ട് നിലയ്ക്കലിൽ തീർത്ഥാടകർ ഇറക്കുകയല്ല, നേരിട്ട് പമ്പയിലേക്ക് വരാനുള്ള സൗകര്യം ഏർപ്പെടുത്തുമെന്ന് അറിയിച്ചിരുന്നു. അതുപോലെ വലിയ നടപ്പന്തലിൽ വലിയ ഫാനുകൾ, ക്യൂ കോംപ്ലക്സിലും മെച്ചപ്പെട്ട സംവിധാനങ്ങളൊക്കെ തന്നെ ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മകരവിളക്ക് മഹോത്സവം നട തുറക്കുമ്പോൾ മണ്ഡലകാലത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ തീർത്ഥാടകർക്കായി ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഒരു പരാതിരഹിതമായ ഒരു മകരവിളക്ക് മഹോത്സവത്തിനായിരിക്കും ഇത്തവണ ശബരിമല സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കീർത്തി, സുജു സൂചിപ്പിച്ചത് തന്നെയാണ് ഏറെ പ്രധാനം. മണ്ഡലകാലത്തുണ്ടായ നിരവധി പ്രശ്നങ്ങളുണ്ട്. തീർത്ഥാടകർക്ക് കുറേയൊക്കെ പ്രതിസന്ധി നേരിട്ടൊരു സമയമുണ്ടായിരുന്നു. എന്നാൽ സർക്കാർ കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി, കൂടുതൽ നിയന്ത്രണങ്ങൾ, എന്നാൽ തീർത്ഥാടകർക്ക് ഒരു ബുദ്ധിമുട്ടും വരാത്ത തരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ അവിടെ ഏർപ്പെടുത്തിയിരുന്നു. ഇനിയിപ്പോൾ മകരവിളക്ക് മഹോത്സവ കാലത്ത് കൂടുതൽ തീർത്ഥാടകർ അധികമായി തന്നെ ഈ പ്രാവശ്യം എത്താനുള്ള ഒരു സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള സംവിധാനങ്ങളാണ് സർക്കാർ പ്രധാനമായും കരുതിയിരിക്കുന്നത് അവിടെ? തീർച്ചയായിട്ടും കീർത്തി, ഇത്തവണ മകരവിളക്ക് മഹോത്സവത്തിനും മണ്ഡലവാർത്ത് കണ്ടപോലെ തന്നെ തീർത്ഥാടകരുടെ എണ്ണം നല്ല രീതിയിൽ വർദ്ധിക്കുമെന്ന് തന്നെയാണ് ശബരിമല ദേവസ്വം ബോർഡും അതുപോലെ സർക്കാരും ദേവസ്വം വകുപ്പൊക്കെ തന്നെ കണക്കാക്കുന്ന, പോലീസുമെല്ലാം. ഈ മണ്ഡല മഹോത്സവ കാലത്ത് കാണുവാൻ സാധിച്ചത് തീർത്ഥാടകരുടെ എണ്ണത്തിൽ ധാരാളം 20% തീർത്ഥാടകർ കുട്ടികളും അതുപോലെ പ്രായമുള്ളവരും പ്രായമുള്ള മാളികപ്പുറങ്ങളും ആയിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ 18-ാം പടി ഇവർ കയറുമ്പോൾ ഉണ്ടാകുന്നൊരു സ്വാഭാവികമായി താമസം ഉണ്ടാകും. അതുമൂലം തന്നെ തിരക്ക് വർദ്ധിക്കാൻ ചില ദിവസങ്ങളിൽ ഏതാണ്ട് 12,000-ഓളം കുട്ടികൾ പ്രതിദിനം എത്തുന്നു എന്നുള്ള കണക്കാണ് സർക്കാർ പങ്കുവെക്കുന്നത്. അതിനാൽ തന്നെ സ്വാഭാവികമായി തിരക്ക് വർദ്ധിക്കുന്ന ഒരു കാഴ്ച ശബരിമല ഉണ്ടാകും. കാരണം ഈ പടി കടന്നെത്തുക എന്നതിന് സമയത്തിന് ഒരു ഇതുണ്ട്. ഒരു ദിവസം ആളുകളെ കയറ്റിവിടുന്ന പരമാവധി ആളുകളുടെ എണ്ണമുണ്ട്. സ്വാഭാവികമായിട്ട് അടുത്ത ദിവസത്തേക്ക് ദർശനത്തിന് ആളുകൾ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. ഈ പ്രാവശ്യം അതുണ്ടാകുമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡും സർക്കാരും കണക്കാക്കുന്നത്. അതിനാൽ തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഈ വലിയ
ഇനിയോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ ലീഫുള്ള ഫാനുകൾ ഏർപ്പെടുത്തുക, ക്യൂ കോംപ്ലക്സിൽ കൂടുതൽ ഫാനുകൾ അവിടെ മാത്രമല്ല 30ലധികം വരുന്ന സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരെ നിയമിക്കുന്നു. ദർശനത്തിനായി എത്തുന്ന അയ്യപ്പന്മാരെ സഹായിക്കാൻ വേണ്ടി അത്തരം സൗകര്യങ്ങൾ. അതിനോടൊപ്പം തന്നെ ഈ ക്യൂ കോംപ്ലക്സിലും ഫാനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു, കുടിവെള്ള സൗകര്യങ്ങൾ. മാത്രമല്ല നമുക്കറിയാം ശബരിമലയിൽ പമ്പയിൽ നിന്ന് നടന്നു കയറുന്നത് മുതൽ തന്നെ ധാരാളം സ്ഥലങ്ങളിൽ ഔഷധ കുടിവെള്ളം ഏർപ്പെടുത്തുന്നുണ്ട്, ലഘുഭക്ഷണം വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങൾ. അങ്ങനെ തീർത്ഥാടകർക്ക് ഈ തിരക്ക് വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായി ക്യൂ വർദ്ധിക്കും. അത് അത്തരം ക്യൂ വർദ്ധിച്ചാൽ പോലും അല്ലെങ്കിൽ ദർശനത്തിനായി കാത്തു നിൽക്കേണ്ട സമയം വർദ്ധിക്കും. അങ്ങനെ ദർശനത്തിനായി കാത്തു നിൽക്കേണ്ട സമയം വർദ്ധിച്ചാൽ പോലും ആ തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളുമാണ് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ സർക്കാരും ഈ തവണ മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കുമ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് ക്ഷേത്ര നട തുറക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ശാന്തമായ ആ സ്ഥലത്തെല്ലാം തന്നെ ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. അങ്ങനെ ഇനിയുള്ള ദിവസങ്ങൾ ശബരിമല പരിസരവും ശരണമുഖരിതമായി ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കൂടി തന്നെയായിരിക്കും കടന്നു പോകുക. കീർത്തി. ശരി, സുജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഇന്ന് ശബരിമല നട വീണ്ടും തുറക്കും. ഇനി മകരവിളക്ക് മഹോത്സവത്തിന്റെ കാലമാണ്. തീർത്ഥാടകർ കൂടുതലായി തന്നെ എത്താനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതിനുവേണ്ട സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ട് എന്നാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ മുതലുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടെന്നാണ് സുജു നൽകുന്ന വിവരം.